ഈ നല്ല സമയത്തിൽ നിങ്ങളോട് ഒരുമിച്ച് കുറച്ച് സമയം കൂടെ പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച ഒരു വിഷയം, ആഭരണം ധരിക്കുന്നത് ഉചിതമോ അനുചിതമോ എന്ന വിഷയത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പല കമന്റുകളും എനിക്ക് വന്നതനുസരിച്ച് അതിൽ ആ പ്രതികരണങ്ങൾക്ക് ചെറിയ ചില മറുപടികൾ പറയാം എന്ന് താല്പര്യപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നതോ മുറിവേൽപ്പിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ വിധിക്കുന്നതോ അല്ല. അതുകൊണ്ട് ആ ഒരു സഹൃദയത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനമായും പ്രതികരണങ്ങൾ 3 വിധത്തിലാണ് സംഭവിക്കാറുള്ളത്. 1 പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ, 2 നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ, 3 സമ്മിശ്രമായ പ്രതികരണങ്ങൾ. ഈ 3 രീതിയിലുള്ള പ്രതികരണങ്ങളും എൻ്റെ കമന്റുകളിൽ ലഭിച്ചതനുസരിച്ച് എനിക്ക് ആ വിഷയവുമായി കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണമെന്ന് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. 1ാമത്തെ ഭാഗത്തെ പോലെ പോസിറ്റീവായി പ്രതികരിച്ചിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ സമ്മിശ്രമായിട്ടും നെഗറ്റീവായിട്ടും ചില ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾക്കുള്ള ഊർജവും ബലവും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതികരണങ്ങളിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത വരുത്തണമെന്ന് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുമായി ഒരല്പസമയം ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. പല വിധത്തിലുള്ള കൺഫ്യൂഷനുകൾ ആ സന്ദേശത്തിൽ നിന്ന് നിങ്ങളിൽ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും നാം ചിന്തിച്ചെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഇതൊരു തിരുത്തലല്ല. എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുമായി ഒരിക്കൽ കൂടെ പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഹൃദയത്തോടെ നിങ്ങൾ അത് ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കമന്റുകളിലേക്കും എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് അതിന് സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് സമയം അനുവദിക്കുന്ന രീതിയിൽ ചെറിയ ഒരു പാർട്ടായിട്ട് മാത്രം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ചെയ്യുന്ന വീഡിയോകളൊന്നും ഒരുപാട് ലെങ്തി അല്ല, കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പലതും ഷോർട്ട് വീഡിയോകളായിട്ട് ചെയ്യുന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരു രീതിയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇത് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കുക. ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങളോട് ഞാൻ മറുപടി പറയാൻ താല്പര്യപ്പെടുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നത്. ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുന്നത്, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ഞാൻ ആഭരണം ധരിക്കണമെന്നും പറയുന്നില്ല, ഞാൻ ധരിക്കരുതെന്നും പറയുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആഭരണം ധരിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആഭരണം ധരിക്കുന്നു ഇല്ലയോ എന്നുള്ളത് യാതൊരു പ്രശ്നവുമുള്ള കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഹൃദയശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. അതാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ രീതിയിൽ അത് ചിന്തിപ്പാനും എടുക്കാനും താല്പര്യം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ട് രണ്ടിലും ഉറപ്പില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഭരണം ധരിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല, ആഭരണം ഉപേക്ഷിക്കണമെന്നും തിരുവചനം പഠിപ്പിക്കുന്നില്ല. ഇതിന് രണ്ടിനും വ്യക്തമായ വാക്യങ്ങളോ അഭിപ്രായങ്ങളോ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് അതിപ്രധാനമായൊരു വിഷയമല്ല. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളും ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിങ്ങൾക്ക് വരുന്ന ബോധ്യത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തോട് ചോദിച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊരു ചോദ്യം, യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് ആഭരണം ഉപേക്ഷിക്കലാണോ? നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ട്, വലിയ മണിമാളികകൾ കിട്ടുന്നവരുണ്ട്, വാഹനം വാങ്ങിക്കുന്നവരുണ്ട്, അവരെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നു. യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് ആഭരണം ഉപേക്ഷിക്കലോ നമ്മുടെ ഭൗതികമായ അല്ലെങ്കിൽ ബാഹ്യമായ പ്രകടനങ്ങളിൽ വരുന്ന മാറ്റമല്ല, ആന്തരിക മാറ്റമാണ്, ആന്തരിക വിശുദ്ധിയാണ് യഥാർത്ഥ വേർപാട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ, നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണോ, ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നിങ്ങളുടെ ബാഹ്യമായ മോടികൾ കൊണ്ടല്ല, നിങ്ങളുടെ ആന്തരികമായ മാറ്റമാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്, യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ പുറമേ എന്ത് ധരിക്കുന്നു, പുറമേ എങ്ങനെയാണ് എന്നുള്ളതിനേക്കാൾ അകത്ത് വരുന്ന മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ മാറ്റം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിലായിത്തീരുന്നത് അവന്റെ അകത്ത് വരുന്ന മാറ്റമാണ്. അവന്റെ അകമേ ക്രിസ്തു വരുന്നതാണ് അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നത്. അകത്ത് വരുന്ന മാറ്റത്തിന്റെ പ്രകടനങ്ങൾ പുറത്ത് കാണും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു ചോദ്യം ഉയർന്നത്, ആഭരണം ധരിക്കുന്നത് ശരിയല്ല എന്ന് പഠിപ്പിക്കുമ്പോഴും മോടി കൂടിയ വസ്ത്രം അണിയുകയും മണിമാളികൾ പാർക്കുകയും വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുകയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്നാണ്. ആഭരണം ധരിക്കാത്ത വ്യക്തികൾ, നിങ്ങൾ മോടി കൂടിയ വസ്ത്രം അണിയുന്നത്, വില കൂടിയ വാച്ചുകൾ ധരിക്കുന്നത്,
വില കൂടിയ മണിമാളികയിൽ പാർക്കുന്നത് അത് തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളെക്കാൾ താഴേക്കിടയിൽ കിടക്കുന്നവരെ കൂടെ കാണുവാനും സഹതാപം കാണിക്കാനും സ്നേഹിപ്പാനും ഒരു കരുതൽ അവർക്ക് വേണ്ടി കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാം എപ്പോഴും സെൽഫിഷായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ജീവിതങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും പണം ഉണ്ടാക്കുക എന്നുള്ളത് തെറ്റല്ല. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദ്രവ്യമല്ല തെറ്റ്, ദ്രവ്യാഗ്രഹമാണ് തെറ്റ്. പണത്തോടുള്ള ആഗ്രഹം, പണത്തോടുള്ള അമിത ആവേശം, ആർത്തി, ഇതാണ് തെറ്റ്. എൻ്റെ കയ്യിൽ പണം വന്നാൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് തെറ്റല്ല. അത് ദുരുപയോഗം ചെയ്യാതെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് എന്നെ എത്തിക്കാൻ ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നന്മ നമുക്ക് മാത്രമായി മാറാതെ മറ്റുള്ളവർക്കു കൂടെ നന്മയായി മാറേണ്ടതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നമ്മൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് മാതൃകയായി മാറേണ്ടതിന് വേണ്ടി ഒരു സഹവാസത്തോടു കൂടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് നന്മയായി തീരേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും കഴിയുമോ? കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന, ഞാൻ ഈ പ്രതികരിക്കുന്ന, പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലാണ് ആദ്യമേ ഇത് ഞാൻ പ്രവർത്തിക്കേണ്ടത്, ഞാൻ പ്രാവർത്തികമാക്കേണ്ടത്. ഈ വീഡിയോ കണ്ടിട്ട് ഒരു വ്യക്തി എന്നെ വിളിക്കുകയും ഒരു സഹായത്തിന് വേണ്ടി എന്നോട് അപേക്ഷിക്കുകയും ചെയ്തു. എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ കയ്യിലില്ലെങ്കിലും അല്ലെങ്കിൽ എനിക്കതിന് കഴിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കൊരു മാതൃകയാകാൻ കഴിയണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ പുറമേ കാണിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പുറമെ ഇടുന്നതും ധരിക്കുന്നതും ഇതെല്ലാം ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ആത്മീയത തെളിയിക്കാൻ നമുക്ക് കഴിയട്ടെ. പെന്തക്കോസ്തുകാർ പറയുന്ന ഒരു വലിയ ദുരുപദേശമാണ്, അല്ലെങ്കിൽ അമിതമായ ഒരു ആവേശത്തിലാണ് ആഭരണം ഉപേക്ഷിക്കാൻ കൽപ്പിക്കുന്നത്, പറയുന്നത് എന്നൊരു കമന്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊരു ദുരുപദേശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ആഭരണം ഉപേക്ഷിക്കുന്നത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾ ആഭരണം ഇടുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് നിങ്ങളും ദൈവവും തമ്മിൽ ഉള്ള ബന്ധത്തിലാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുപ്പിക്കാൻ ഈ സംസാരിക്കുന്ന എനിക്കോ നിങ്ങളുടെ ദൈവദാസനോ നിങ്ങളുടെ സഭാ ശുശ്രൂഷകനോ പള്ളിയിലെ വൈദ്യന്മാർക്കോ ആർക്കും കഴിയുകയില്ല. തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ അഭിപ്രായങ്ങൾ ചോദിക്കാനും പറയാനും എല്ലാവർക്കും അവകാശമുള്ളതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, തീയത് മാറ്റുകയും നല്ലത് നിങ്ങൾക്ക് മുറുകെ പിടിക്കാനും കഴിയുമാറാകട്ടെ. നാം യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശു പഠിപ്പിക്കുകയും കാണിച്ചു തരികയും തിരുവചനം പഠിപ്പിക്കുകയും ശിഷ്യന്മാർ ആചരിച്ചു വരികയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് നാം അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ജീവിതത്തിൽ ആക്കുകയും ചെയ്യേണ്ടത്. ഈ ആഭരണത്തെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കൽപ്പനയല്ല. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് ദൈവവചനത്തിന് എതിരായി പോകരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. ഒരുപാട് കമന്റുകൾ എനിക്ക് താഴെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സമയം അനുവദിക്കുന്നത് പോലെ അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി, വ്യക്തത തരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.